അന്തരിച്ച നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായിരുന്നതായി നടൻ വിനോദ് കോവൂർ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. ഷൂട്ടിന് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോവാതെ അഭിനയത്തിൽ മുഴുകിയെന്നും വിനോദ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോകാമെന്ന് കരുതിയിട്ടുണ്ടാവുമെന്നും എന്നാൽ അതിനു മുമ്പ് രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തുവെന്നും വിനോദ് കുറിച്ചു. കഴിഞ്ഞ വാലന്റൈൻസ് ഡേ സമയത്താണ് കലാഭവൻ നവാസിൻ്റെതായി മറന്നു സനി എന്ന വീഡിയോ ആദ്യകാലം ഇറങ്ങിയത്. റിയാസ് പട്ടാമ്പി അണിയിച്ചൊരുക്കിയ സംഗീത ആൽബത്തിൽ അഭിനേതാവായും ഗായകനായും നവാസ് തിളങ്ങിയാണ് കൂടെ പ്രിയതമരഹനയും വേഷമിട്ടിരുന്നു. ആ വരികൾക്ക് അറം പറ്റിയപോലെ കലാഭവൻ നവാസ് ഇന്ന് യാത്രയാണ്. ചോറ്റാനിക്കരയിലെ വൃന്ദാവന ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹോട്ടൽ ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടത്. നവാസ് ജൂലൈ 25 മുതൽ ഇവിടെ താമസിച്ചു വരികയാണെന്നാണ് ചോറ്റാനിക്കര പോലീസ് പറഞ്ഞത്. ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ്. അദ്ദേഹത്തിന്റെ ഭാര്യ രഹന ചില ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് ഒരു അഭിനേതാവാണ്. 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒരു ഇന്ത്യൻ സ്റ്റേജ് ടെലിവിഷൻ നടനും ഗായകനും ഹാസ്യനടനും മിമിക്രി കലാകാരനുമായിരുന്നു. ലൊക്കേഷനിൽ പതിവ് പോലെ തന്നെ കളിച്ചിരി തമാശകളൊക്കെയാണ് നവാസ് സജീവമായിരുന്നത് സഹപ്രവർത്തകർ പറയുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് 5:30 വരെ ലൊക്കേഷനിലുണ്ടായിരുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചുമൊക്കെയാണ് മടങ്ങുന്നത്. പ്രകടനം അങ്ങനെ പ്രവർത്തനം. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങുമെന്ന് തയ്യാറെടുപ്പിലായിരുന്നു. വൈകിട്ട് 6 മണി വരെ ഹോട്ടലിലെത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത്. 8 മണിക്ക് തിരിച്ചു മടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു. സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരും ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. 8 മണിക്ക് ചെക്കൗട്ട് ചെയ്യുമെന്ന് അറിയിച്ച നവാസിനെ 9 മണിയടുത്തേക്ക് പുറത്തു വരുന്നത് കണ്ടാൽ ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല. മറ്റ് സഹപ്രവർത്തകരെല്ലാം ചെക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്തു. ഇവരെ റൂമിനടുത്തേക്ക് വെല്ലുവിളിച്ച് നോക്കിയെന്ന് രാത്രി ജീവനക്കാരൻ പറഞ്ഞു. അകത്തു നിന്ന് കൈവന്നുണ്ടായിരുന്നു. വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാരൻ മുൻവരുന്ന നോക്കിയപ്പോൾ കട്ടിലിൽ ചെറുപ്പം പറയുകയും